2 തീമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷത്തിൻ്റെ സാരാംശം അവിടെ നമ്മൾ കാണുകയാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച കർത്താവ്, മരിച്ച കർത്താവ്, ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവ്. ഇന്ന് കർത്താവിൻ്റെ ഉയർപ്പ് ആ നിലകളിൽ ഓർക്കപ്പെടുന്ന ഒരു ദിവസമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചോളം അത് ഒരു ദിവസത്തേക്കിനുള്ള ഓർമ്മയല്ല. കർത്താവായ യേശുവിനെ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവീൻ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. ദിവസം തോറും ഓർക്കപ്പെടേണ്ട മഹാരഹസ്യമാണല്ലോ കർത്താവിൻ്റെ യാഗമെന്ന് പറയുക. അവിടെ കർത്താവായ യേശുക്രിസ്തു ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് നാം കാണും. വിശുദ്ധ സുവിശേഷങ്ങൾ 4 സുവിശേഷങ്ങളിലാണ് യേശുക്രിസ്തുവിൻ്റെ ജനനവും യേശുക്രിസ്തുവിൻ്റെ ജീവിതവും യേശുക്രിസ്തുവിൻ്റെ മരണവും നാം കാണുക. 4 സുവിശേഷങ്ങളിലൂടെയാണ്. എന്നാൽ ഈ 4 സുവിശേഷങ്ങൾ നാം പഠിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 1-ഉം 2-ഉം അധ്യായത്തിൽ പുസ്തകങ്ങളെ ഒന്ന് തുറന്നു നോക്കിയാൽ കാണാം. മത്തിനോടൊപ്പം പുസ്തകങ്ങൾ തുറക്കുന്ന നല്ലതാണ് ആവോളം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വംശാവലിയും കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചും കാണുന്നുണ്ട്. 2-ാമത് അധ്യായത്തിൽ കിഴക്കുന്ന് വിദ്വാൻമാർ വന്ന സ്ഥലമൊക്കെ കാണുന്നുണ്ട്. യേശുവിൻ്റെ ജനനം 1-ഉം 2-ഉം അധ്യായത്തിലാണ് കാണുക. എന്നാൽ മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത് അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നാനം മുതലുള്ള കാര്യങ്ങളാണ് കാണുക. എന്നാൽ ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ അല്പമായിട്ടും 2-ാം അധ്യായത്തിലുമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പം യോഹന്നാൻ ആ കാര്യങ്ങൾ പറയുന്നില്ല. യോഹന്നാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൂർവാസ്തിക്യം, പ്രീ എക്സിസ്റ്റൻസ് ആണ് പറയുക, തുടങ്ങുക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് 2 സുവിശേഷങ്ങളിലെ 2 അധ്യായങ്ങളിലായിട്ടാണ് പ്രധാനമായും കാണുക. പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 4 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ മരണത്തെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷകൻ വിശദമായിട്ടത് പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം. എന്നാൽ യോഹന്നാൻ വരുമ്പോഴത്തേന് 13 മുതലുള്ള അധ്യായങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പെസഹ പാദശുശ്രൂഷ അവിടെ മുതൽ തൻ്റെ അന്ത്യ സംഭാഷണമാണ്. വിശദമായ നീണ്ട അധ്യായങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. മരണം, ഉയർപ്പ് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ജനനം 1-2 അധ്യായങ്ങളിലായി 2 സുവിശേഷകർ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ എല്ലാ സുവിശേഷകരും നീണ്ട അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു കർത്താവിൻ്റെ മരണം, പീഡാസഹനം, തൻ്റെ മരണം, തൻ്റെ അടക്കം, തൻ്റെ ഉയർപ്പ് തുടങ്ങിയ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ പ്രാധാന്യമുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ മരണവും യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പും അതുപോലെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് 4 സുവിശേഷങ്ങളിലും അത് നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന് മുൻപിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞു, പക്ഷേ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്ന് കാണുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ അവർ കൊല്ലുവാനായിട്ട് ഏൽപ്പിക്കുകയും എന്നാൽ ദൈവം അവിടുത്തെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു. അപ്പം ക്രിസ്തുവിൻ്റെ ആ പീഡാസഹനത്തിൻ്റെ യാത്രയും മരണവും അടക്കവും ഉയർപ്പും വളരെ പ്രാധാന്യത്തോടെ സുവിശേഷകർ രേഖപ്പെടുത്തിയിരിക്കാൻ കാര്യം
യേശുക്രിസ്തുവിൻ്റെ മരണമാണ് നമ്മുടെ മരണഭീതി മാറ്റുന്നതും മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു പ്രത്യാശ നമുക്ക് തുറന്നു തരുന്നു. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് തരുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലുള്ള വാക്യം ഇതാണ്: മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും. എന്നാൽ 90 സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. ഇതിൻ്റെ ഉത്തരം നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടക്കത്തിലും ഉയർപ്പിലും കൂടെ. മരണം, അടക്കം, ഉയർപ്പിലാണ്. ഉയർക്കപ്പെട്ട കർത്താവ് നമുക്ക് പ്രത്യാശ തരുന്നു. പോയതുപോലെ വീണ്ടും വരും. വീണ്ടും വരുമ്പോൾ തന്നിൽ മരിച്ചവരെ ഉയർക്കും എന്ന് കാണുന്നു. അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പ്രത്യാശ, നമ്മൾ ഏറ്റുപറയുന്ന വാക്യം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രൂശുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പേരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവരിലൊക്കെ നമുക്കൊരു പക്ഷേ നമ്മളെയും കാണാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു പീലാത്തോസിനെ നമ്മൾ കാണുന്നുണ്ട്. പീലാത്തോസാണ് കർത്താവിനെ ക്രൂശിക്കാനായിട്ട് വിധിച്ചത്. പക്ഷേ പീലാത്തോസിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പീലാത്തോസിനെ സംബന്ധിച്ചോളം സത്യം എന്താണെന്നറിയാം. അതുകൊണ്ടാണ് ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ സത്യം തുറന്നു പറയാനും സ്റ്റാൻഡ് എടുക്കാനും ഒരു നിലപാടെടുക്കാനും ഒക്കെ പീലാത്തോസിന് പേടിയാണ്. നമ്മളിൽ ഒരു പീലാത്തോസുണ്ട്. ചില കാര്യങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാനും വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വലിച്ചു കയറ്റാതിരിക്കാനും നമ്മൾ പലരും വേണ്ടാതിരിക്കുന്നവരാണ്. പല സാഹചര്യങ്ങളും അവിടെ നാം പീലാത്തോസിൻ്റെ സ്റ്റാൻഡിലാണ്. പീലാത്തോസിന് സത്യം അറിയാം, പക്ഷേ സത്യത്തിന് നിലപാടെടുക്കാൻ പാടാണ്. പത്രോസിനെ സംബന്ധിച്ചോളം വളരെ എസ്റ്റംബറാണ്. എല്ലാ കാര്യത്തിനും ഇച്ചിരി ആവേശമൊക്കെ ഉള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്ക് കൺവെൻഷനൊക്കെ നടത്തുമ്പോൾ കമ്മിറ്റികളുണ്ട്. പ്രാർത്ഥനാ കമ്മിറ്റിയുണ്ട്, പിന്നെ പബ്ലിസിറ്റി കമ്മിറ്റിയുണ്ട്, ഫുഡ് കമ്മിറ്റിയുണ്ട്, അങ്ങനെ കുറേ കമ്മിറ്റികളുണ്ട്. പക്ഷേ ഈ കമ്മിറ്റികളെല്ലാം ഉണ്ടെങ്കിലും അവസാനം കമ്മിറ്റി നടത്തിപ്പിനായിട്ട് ഒരു ആവേശ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റിയുണ്ട്. അതൊരു 3-4 പേര് കാണും. ഈ ആവേശ കമ്മിറ്റി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അത്രയല്ലോ. ബാക്കി എല്ലാവരും പേപ്പറിൽ ഇരിക്കത്തുള്ളൂ. ഒരു കമ്മിറ്റിയിലും കാണത്തില്ല. പക്ഷേ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആര് വേണം? ആവേശ കമ്മിറ്റി വേണം. ആവേശ കമ്മിറ്റി നല്ലതല്ലേ? ആവേശ കമ്മിറ്റി ചിലപ്പോൾ ഒരു അപകടമൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഇച്ചിരി കാര്യങ്ങൾ എടുത്തിയാട്ടമൊക്കെ ഉണ്ടെങ്കിലും അവർ നല്ലവരാണ്. പക്ഷെ പത്രോസും ആ നിലകളിൽ ഇത് എൻ്റെ പ്രശ്നം സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഇത് ഇച്ചിരി കഴിയുമ്പോൾ ഓക്കെ ആവും. നിങ്ങൾ വലിയ കൂട്ടുകയും കുറയ്ക്കുകയൊന്നും ചെയ്യണ്ട. ഇപ്പോഴും ഓടി വന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. അതങ്ങ് ശരിയായിക്കോളും. ഞാൻ സാധാരണ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. പവർ വിഷനിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഓഡിയോയിലിരിക്കുന്ന മക്കൾ പറയും കൂട്ട് 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 കൂട്ട്. കാരണം ശോകമാണ് വരുന്നത്, കൂട്ടി വെക്കണം. അത് കഴിയുമ്പോൾ ഷാജിയമ്പോൾ പാസ്റ്റർ വരുമ്പം പറയും രൗദ്രമാണ്, കുറച്ചോളം പറയും. അപ്പം നിങ്ങളിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒന്നും വേണ്ട, ഇത് ശരിയാകും. ശോകം ഇപ്പം ഇതൊക്കെ സ്റ്റാർട്ടിങ് ട്രബിളിൻ്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ ആയിക്കോളും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ യാത്രയിൽ, പീഡാസഹനത്തിൻ്റെ യാത്രയിൽ കുറേ പേര് നമുക്ക് കാണാൻ കഴിയും. പീലാത്തോസ് ഉണ്ട്. പത്രോസ് ഭയങ്കര എസ്റ്റംബറാണ് ആൾ. എല്ലാത്തിനകത്തും ഒരു ഇൻഡ്യൂസിയാസമൊക്കെ ഉണ്ട്. പക്ഷേ പത്രോസിന് ഇടയ്ക്കൊരു ഭയം തട്ടി. അവർ വന്ന്, പത്രോസ് ആരാണ് മോൻ? പത്രോസിനെ എനിക്കിഷ്ടമാണ്. ഒരു കാര്യം കൊണ്ടാണ്. കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ചാടിക്കയറി ചേവകൻ്റെ കാത് വെട്ടിയെന്നല്ല, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന അറത്തു എന്നാണ്. അറക്കുന്നതും വെട്ടുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? വെട്ടുകയാണെങ്കിൽ ഒറ്റ വെട്ട, അറക്കുന്നതൊക്കെ പിടിച്ചിരുത്തി അറക്കുക. അത്ര വാശിക്കാരനാണ്. അറുത്തെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾ ഭയങ്കര ഭയങ്കര എടുത്തിയാട്ടക്കാരനാണ്. പക്ഷേ ഒരു സ്ത്രീ വന്ന് ചോദിച്ചപ്പോൾ 3 വട്ടം യേശുവിനെ എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞെങ്കിൽ ആൾ പാവം. കർത്താവ് ഒന്ന് നോക്കിയപ്പോൾ ഒരൊറ്റ കരച്ചിൽ വെച്ച് കൊടുത്തു. നമ്മൾ ഈ തള്ളിപ്പറയുന്നവരെല്ലാം നല്ലതാണ്. എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവർ ഒരു കൂട്ടർ കുടിക്കുന്നവരെ കണ്ടാൽ എന്നാ അച്ചായി കാണിച്ചെന്ന് ചോദിച്ചാൽ കെട്ടിപ്പിടിക്കും, ഒരൊറ്റ കരച്ചിൽ കരയും. എന്നോ കരച്ചിൽ കരയെന്നറിയാം. അത് തന്നെയാണ് പത്രോസ്. ഈ പത്രോസിനെയാണ് നമ്മൾ രാവിലെ ഓർക്കുക. രാവിലെ എഴുന്നേറ്റ് പാടുന്നൊരു പാട്ടുണ്ട്. പരനെ തള്ളി പറഞ്ഞ പത്രോസ് അതിരാവിലെ സമയം പുറത്തിറങ്ങി, പെരുത്ത ദുഃഖത്തോടെ പുറത്തിറങ്ങി പൊട്ടി എന്ത് ചെയ്തു? കരഞ്ഞു. അപ്പോൾ പൊട്ടിത്തെറിക്കും, പൊട്ടിക്കരയും. അതാണ് ആര്? പത്രോസ്. നമ്മളും അതുപോലെയാണ്. പൊട്ടിത്തെറിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ എന്തോ ചെയ്യും?
പൊട്ടിക്കരയും. പക്ഷേ കർത്താവ് ഈ പത്രോസിനെയാണ് ഏൽപ്പിക്കുന്നതൊക്കെ. കാരണം ആൾ നല്ലവനാ. ഇടയ്ക്ക് പോയേക്കാന്ന് പറയുമ്പം പോവും, കർത്താവിനെ കാണുമ്പം കടലിൽ ചാടും. ഇതെല്ലാം പുള്ളിയുടെ സ്വഭാവം. അപ്പം ഇച്ചിരി എസ്റ്റംബറായിട്ടുള്ള പൊട്ടിത്തെറിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്ന, ഇടയ്ക്ക് പേടിക്കുന്ന എന്നാൽ ഇടയ്ക്ക് ചാകാനും തയ്യാറുള്ള ഒരാളുടെ പേരാണ് ആര്? പത്രോസ്. നമ്മളിലും ഉണ്ട് ഒരു പത്രോസ്. പിന്നൊരു തോമസ് ഉണ്ട്. തോമസ് ആൾ ഭയങ്കര സാഹസികനാണ്. ഇന്ത്യയിലേക്ക് ആരെങ്കിലും പോകണമെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യൻ ക്രിസ്ത്യൻ ട്രഡീഷൻ അചഞ്ചലമായൊരു ട്രഡീഷനാണ്. ഇത്രയും വർഷമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹത്തായ ട്രഡീഷനാണ് സെൻറ്റ് തോമസ് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളത്. പക്ഷേ തോമസിന് ഒരു പ്രശ്നമുണ്ട്. ഇടയ്ക്ക് എന്തോ ഉണ്ടായി, അവിശ്വാസമൊക്കെ ഉണ്ടായി. ഈ അവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ആൾ ഭയങ്കര സാഹസികനാണ്. ആരെനിക്കായിട്ട് പോകുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ചാടി ഇറങ്ങി ഇന്ത്യ വരെ വന്നത്. അത് അന്നത്തെ കാലത്താണ് വന്നത്. ആരാണ്? സെൻറ്റ് തോമസാണ്. സെൻറ്റ് തോമസ് എവിടെ വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്? കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നത് ഒരു സ്ഥലത്താണ്. എവിടാ? പല സ്ഥലങ്ങളിൽ വന്നതിൽ ഒരു സ്ഥലം എവിടെയാണെന്നറിയാമോ? നിലയ്ക്കലാണ്. നിലയ്ക്കൽ വരികയും പള്ളി സ്ഥാപിക്കുകയും സ്ഥാപിച്ചെന്നുള്ള ഒരു ക്രിസ്ത്യൻ ട്രഡീഷനുണ്ട്. നിലയ്ക്കൽ പ്രശ്നം 1983 എൻ്റെ ഓർമ്മ. വളരെ ചെറുപ്പത്തിലാണ് ഉണ്ടാകുന്ന ഓർമ്മയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം ക്രൈസ്തവ നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിട്ടുള്ള ധാരണയുടെ പുറത്ത് അങ്ങനെ അതൊരു സൊല്യൂഷനൊക്കെ ഉണ്ടാകുകയും അവിടെ ഒരു എക്യൂമെനിക്കൽ പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. നിലയ്ക്കല പോയി കണ്ടിട്ടുള്ളവരുണ്ടോ? ഒന്ന് കൈവക്കാമോ? നിലയ്ക്കല അടുത്തിടയ്ക്കാണ്. പോയിട്ടുണ്ടോ? നിലയ്ക്ക് പോയിട്ടുണ്ടോ? പോകണം കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് നിലയ്ക്കലൊന്ന് പോകണം. എന്നാ കാര്യം ചോദിച്ചാൽ ഇപ്പോഴും അവിടെ ആന വരും. കുഴിയാനിയല്ല, ആന. ശരിക്കും ആന നിലയ്ക്കെന്ന് ഇറങ്ങി വരുമ്പോൾ ആന വരും. അവിടെ ഒരു പാടിയുള്ള ഒരു ബദനി സന്യാസി അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഇറങ്ങി വരുന്ന എല്ലാ ആനയ്ക്കും പേരിട്ടിട്ടുണ്ടായിരുന്നു. ആന ഇറങ്ങി വരുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് വിളിക്കും, അപ്പോ കയറിപ്പോടാ, അമ്മോ നിന്നോടല്ലേ പറഞ്ഞു പോകാൻ, നീ എന്തിനാ നോക്കിയിരിക്കുന്നൊക്കെ ചോദിക്കുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. ആനയ്ക്കെല്ലാം പേരിട്ട് അച്ഛൻ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും, പഴം കൊടുക്കും, അച്ഛൻ പൊക്കോളാൻ പറയും, ആന അങ്ങ് പോവായിരുന്നു. എന്നാലും ഇന്നും അവിടെ എന്തുണ്ട്? ആനയുണ്ട്. ഞങ്ങളവിടെ ക്യാമ്പ് കഴിഞ്ഞ് രാത്രി വരിക. അപ്പം ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്നത് പൗർവിഷനിലെ പ്രെയർ കോർഡിനേറ്റർ വിജയകുമാർ പാസ്റ്റർ, അന്ന് പാസ്റ്റർ കൊച്ചനാണ്. അപ്പം ഞാൻ സൈഡിൽ ഇരിപ്പുണ്ട്. നമ്മൾക്കും പേടിയാണ്, എന്നാലും ധൈര്യം കുറേ കാണിക്കാതിരിക്കാനൊക്കത്തില്ലോ. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ മോനെ പേടിയുണ്ടോ? ഇല്ല. ആന വന്നാൽ എന്തോ ചെയ്യും? ആന വന്നാൽ അച്ചച്ച ഞാൻ ഡിമ്മും ബ്രൈറ്റും അടിക്കരുത്, ഓൺ അടിക്കരുത്, പെതുക്കെ നിൽക്കുക. ആന നേരെ വരികയാണെങ്കിൽ പെതുക്കെ ഒന്ന് റിവേഴ്സ് എടുത്ത് കൊടുത്താൽ മതി. ആന താരെ വരുമ്പം പൊക്കോളും, വിരളാതിരുന്നാൽ മതി. ശരിയാണ്, സമ്മതിച്ചു. ചെന്നിറങ്ങിയപ്പം വളവിന് ആന ഓണും അടിച്ചു, വണ്ടി ഓഫാകുകയും ചെയ്തു. അതാണ് ആന. പുള്ളി ഞാൻ നോക്കിയപ്പോൾ കാലൊക്കെ ഇങ്ങനെ ഇട്ട് ഇടിക്കുക. നേരെ മുന്നിൽ ആന നിൽപ്പുണ്ട്. അപ്പോൾ ഇതാണ് ആന. ഇന്നും അവിടെ ആര് വരും? ആന വരും. എനിക്ക് ഭയങ്കര ബഹുമാനമാണ് സോമസിനോട്. ഇന്ന് ആന വരുന്ന അവിടെ 2000 വർഷം മുമ്പ് ആര് പോയി? തോമസ് പോയി. ഞങ്ങളിവിടെ അടുത്തിടയ്ക്ക് നിലയ്ക്ക് ക്യാമ്പ് വെച്ചപ്പം ചില അച്ചായന്മാർ വിട്ടില്ല പിള്ളേരെ. കാരണം ആനയുണ്ടെന്ന്. ആനോ? ഇപ്പോൾ അവിടെ ആനയുണ്ടെങ്കിൽ വിടാൻ പേടിയാണ്. അങ്ങനെയെങ്കിൽ അന്ന് അവിടെ സെൻറ്റ് തോമസ് വന്നില്ലേ? അത്ര സാഹസികനായ ആളായിരുന്നു സെൻറ്റ് തോമസ്. എന്നാലും ഇടയ്ക്ക് എന്ത് ചെയ്തു പോയി? സംശയിച്ചു പോയി. നമുക്കും എത്ര വലിയ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് എന്തുണ്ടാകാം? സംശയം ഉണ്ടാകാം. അപ്പം നമ്മളിൽ ഒരാളുണ്ട്. ആരാ? തോമസാണ്. തോമസ് നമ്മളിലും ഇല്ലേ? ഇനിയും ഉണ്ട്. ഹെരോദാസാണ്. ഹെരോദാസ് കർത്താവിനെ ഇടയ്ക്ക് ചെന്നപ്പോൾ ആൾ ഒരു പ്രശ്നം ഉണ്ടാക്കി. ഹെരോദാസിനൊരു പ്രശ്നമുള്ളൂ. പുള്ളിക്ക് ഹെരോദാസിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നത് ആളുടെ ഭാര്യ, സഹോദരൻ്റെ ഭാര്യയാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. യോഹന്നാൻ സ്നാപകന് തല പോകാനിടയായില്ലേ? എന്താ കാര്യം? സഹോദരൻ്റെ ഭാര്യയെ വെച്ച് കൊണ്ടിരുന്നു. അവിടെ ഒരു ഡാൻസൊക്കെ നടത്തുന്നുണ്ട്. ആരാ ഡാൻസ് നടത്തിയത്? ശലോമിയാണ്. ശലോമി ആരാ? സ്വന്തം സഹോദരൻ്റെ മോള. അപ്പാപ്പനാ ഇത്, അല്ലേ വല്യപ്പനാ? കൊച്ചപ്പൻ ഡാൻസ് കണ്ടത് മോടെ ഡാൻസ് കണ്ട കൊച്ചപ്പനും അമ്മയ്ക്ക് വേണ്ടി ഡാൻസ് ചെയ്ത മോളും. എനിക്ക് ആ കൊച്ചിനോട് ഭയങ്കര സഹതാപം തോന്നിയിട്ടുണ്ട്. ശലോമിയോട്. സ്വന്തം അമ്മയുടെ തെറ്റിന് വേണ്ടി ഡാൻസ് ചെയ്യേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ ഹതഭാഗ്യമായ ചരിത്രം കാണിക്കും. നമ്മളവിടെ ഡാൻസൊക്കെ ചില ഫിലിമിലൊക്കെ ഭയങ്കര മതാലസമായ ഡാൻസൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ആ പെൺകുട്ടിയുടെ മനസ്സ് വായിക്കണം. അമ്മയ്ക്ക് വേണ്ടി അപ്പാപ്പൻ്റെ മുമ്പിൽ ശരീരം കാണിച്ച് ഡാൻസ് ചെയ്യേണ്ടി വന്ന ഹതഭാഗ്യയായ നിർഭാഗ്യവതിയായ ഒരു പെൺകുട്ടി ഇന്നുമുണ്ട്. അമ്മയുടെ തെറ്റിന് നിശബ്ദമായി കൂട്ടു നിൽക്കേണ്ടി വരുന്ന 100 കണക്കിന് പെൺകുട്ടികൾ ഇന്നും ഉണ്ടെന്നുള്ളതൊരു ചരിത്രം. പക്ഷേ അങ്ങനെ നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യയായ ഒരു പെൺകുട്ടി ചരിത്രം. ഇതാണ് ശലോമി. പക്ഷേ ആ തെറ്റിനെതിരെ പ്രതികരിച്ചൊരു മനുഷ്യനാണ് ആര്? യോഹന്നാൻ സ്നാപകൻ. തൻ്റെ തല പോകേണ്ടി വന്നു. പുള്ളിക്കാരൻ ആരാണ്? പാപമാണെന്ന് അറിഞ്ഞിട്ടും പാപത്തിൽ തുടരാൻ ഇഷ്ടപ്പെട്ട ഒരാൾ. അതാണ് ഈ മനുഷ്യനെന്ന് പറയുക. അത് വലിയൊരു സത്യമാണ്. പലർക്കും അറിയാം പാപമാണെന്നറിയാം. പക്ഷെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, പുറത്ത് വരാൻ പാടാ.
പാപമാണെന്നറിയാം, പക്ഷെ പുറത്ത് വരാൻ പാടുള്ള ഒരു കൂട്ടർ അവരെ പ്രതികരിക്കുന്ന ഒരാളാണ് ആര്? ഈ രാജാവ്. അദ്ദേഹവും ആ കൂട്ടത്തിലുണ്ട്. ഇനി ആരുണ്ട്? സ്വപ്നം കണ്ട പീലാത്തോസിൻ്റെ ഭാര്യയുണ്ട്. അവൾ, ആ സഹോദരി സ്വപ്നം കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ ആ യാത്രയിലൊക്കെ കാണുന്ന കുറേ പേരുണ്ട്, കുറേ സഹോദരിമാരുണ്ട്. അവർ ജീവൻ പണയപ്പെടുത്തി കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്ത കുറേ സഹോദരിമാരാണ്. അവരാണ് കുരിശിൻ്റെ ചോട്ടിൽ നിന്ന് മാറാതെ നിന്നത്. അതുകൊണ്ട് തന്നെ എന്നും യേശു കർത്താവ് ഉള്ളിടത്ത് ഏറ്റവും കൂടുതലുള്ളത് ആരാ? സഹോദരിമാരാണ്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുന്നത് സഹോദരിമാരാണ്. അവരാണ് ധൈര്യത്തോടെ കുരിശിൻ്റെ ചോട്ട് ഇന്നത്, അല്ലേ? ധൈര്യത്തോടെ കുരിശിൻ്റെ ചോട്ട് ഇന്നത് സഹോദരിമാരാണ്. അവർ പ്രശ്നം വന്നപ്പോൾ ധൈര്യം കാണിച്ചത് പുരുഷനാണോ സ്ത്രീയാണോ? പ്രശ്നം വന്നപ്പം ധൈര്യം കാണിച്ചത് പുരുഷനാണോ സ്ത്രീയാണോ? സ്ത്രീയാണ്. അതും ഒരു സത്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ അച്ചായൻ തിരുവല്ലക്കാരനാ, റാന്നിക്കാരനാ, മൂക്കിൻ്റെ താഴെ കനത്ത മീശയുണ്ട്, നെഞ്ച് മുഴുവൻ നിറച്ച് രോമമുണ്ട്, വിരിഞ്ഞ നെഞ്ചുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ രാത്രി കിടക്കുമ്പോൾ ഒരു കൊട്ട്, ഒരു മുട്ട്, ഒരു തട്ട്, ഒരു കൊട്ട് കള്ളനാന്ന് തോന്നുന്നു. ചേച്ചിയെ ഉണർത്താതെ പോയി കഥ ഉറക്കുന്ന ഏതെങ്കിലും ചേട്ടനുണ്ടോ? ചേച്ചിയെ ഉണർത്താതെ പോയി കഥ ഉറക്കാൻ, ഒന്നിച്ചാണെങ്കിൽ ചേച്ചിയെ ഉണർത്താതെ പോയി കഥ ഉറക്കാൻ ധൈര്യമുള്ള ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. ചേച്ചിയെ വിളിക്കും, എടിയെ കൊട്ട, ചുമ്മാ ഇരിക്കും മനുഷ്യ, ഉറങ്ങാൻ നോക്കുക, അവിടെ ഒന്നുമില്ല. മിക്കവാറും ഇറങ്ങി ആദ്യം പോകുന്നതും ചേച്ചിയായിരിക്കും. ആരാ പോയി ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന ഒരലയൊക്കെ അലയ്ക്കുന്ന അന്നേരം ചേച്ചിയായിരിക്കും. ഞാൻ ഒരു വീട്ടിൽ നിൽക്കുമ്പം മുറിക്കകത്ത് പാമ്പ് കയറി. ചേട്ടൻ പാമ്പിനെ തല്ലി. എവിടെ ഇന്നുണ്ടെന്നറിയാം? കട്ടിലേ ഇന്നുണ്ടാണ്. ഇറങ്ങി അടിച്ചത് ചേച്ചിയാണ്. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ ധൈര്യം കാണിക്കുന്ന ആരാ? ചേച്ചിയാണ്. അച്ചായൻ പറയും ചകാന്ന് പറയുമ്പോഴും ജീവിക്കാമെന്ന് പറയുന്നത് ചേച്ചിയാണ്. ചേച്ചിമാർക്ക് ഭയങ്കര ധൈര്യമാണ്. ആരുടെ കൂടെ ഉണ്ട്? യേശുവിൻ്റെ കൂടെ ഉണ്ട്. അതിൽ യോഹന്നാന്ന് പറഞ്ഞൊരു സ്ത്രീയൊക്കെ ഉണ്ട്, ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ. അവൾ തൻ്റെ വസ്തുവക കൊണ്ട് കർത്താവിന് ശുശ്രൂഷ ചെയ്തവരുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരെ നാം കാണുന്നുണ്ട്. ഇനി മറ്റൊരു ചരിത്രമാണ്, തൻ്റെ കല്ലറ കൊടുത്ത ഒരു അരിമത്യയിലെ ജോസഫുണ്ട്. സെൻസിറ്റീവായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് എന്താ? കല്ലറ എന്ന് പറയുന്നത്, അല്ലേ? ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് കല്ലറ. കല്ലറ ചെറിയ കാര്യമല്ല. മോനെ മ്യൂട്ട് ചെയ്യാനപ്പോൾ മ്യൂട്ട് ഉറപ്പ്. ഞാൻ ഇടയ്ക്ക് പേരുണ്ട്. ആദ്യം മുതൽ എല്ലാം നോട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നവരുണ്ട്. ഒടുവിൽ അവരൊരു വാക്ക് പറയും, പക്ഷേ ഏറ്റവും ഒടുവിലേ പറയത്തുള്ളൂ, അതൊരു വാക്കായിരിക്കും. അങ്ങനെ ഒരാളുണ്ട്, അത് ശതാധിപനാണ്. ഇങ്ങനെ എല്ലാവരും കൂടെ യാത്ര ചെയ്ത ഒരു യാത്രയാണ് കുരിശിൻ്റെ യാത്ര എന്ന് പറയുന്നത്. ആ കുരിശിലൂടെ നമുക്ക് പോകുമ്പോൾ കുറച്ച് സഹോദരിമാർ കൂടെ പോകുന്നുണ്ട്. അവരാണ് ഇന്നും ഈ യാത്രയിൽ. അവരെ നോക്കി കർത്താവ് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി എന്ത് ചെയ്യേണ്ട? കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി എന്ത് ചെയ്യണം? കരയാൻ പറഞ്ഞു. അങ്ങനെ കർത്താവ് കുരിശിലേക്ക് നടക്കപ്പെടുകയാണ്. രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുകയാണ്. ക്രൂശിക്കപ്പെടുമ്പോൾ ക്രൂശി കിടന്നുകൊണ്ട് കർത്താവ് പറയുന്ന 7 മൊഴികളുണ്ട്. ആ മൊഴികൾ എല്ലാവർക്കും അറിയാം എന്നുള്ള ചിന്തയിൽ പെട്ടെന്നൊന്ന് പറയാം. ഒന്നാമത്തെ മൊഴി എന്താണ്? പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസാണ് പറയുക, പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. രണ്ടാമത്തെ മൊഴി എന്ന് പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ മൊഴി എന്ന് പറയുന്നത്, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ എന്നുള്ളൊരു മൊഴിയാണ്. അത് താഴോട്ട് നോക്കി പറയുന്നതാണ്. നാലാമത്തെ മൊഴി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങ് എന്നെ
കൈവിട്ട് എന്തെന്നുള്ളതാണ്. 5-ാമത്തെ മൊഴി എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് ദാഹിക്കുന്നു. 6-ാമത്തെ മൊഴി സകലതും നിവർത്തിയായി. 7-ാമത്തെ മൊഴി പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ 7 മൊഴികളാണ് കർത്താവ് പറയുക. അതിൽ 1-ാമത്തെ ക്രൂശിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ യേശുവിൻ്റെ മരണമാണ് ഏറ്റവും പ്രാധാന്യം. ഇന്നും ഓർക്കപ്പെടുന്ന മരണം. നമ്മൾ അതുകൊണ്ടാണ് 2 കർമ്മങ്ങൾ അഥവാ 2 ഓർഡിനൻസസാണ് കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. 2 പട്ടത്തെ സഭകൾ 7 കൂദാശകളെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ വേർപെട്ട ദൈവമക്കൾ 2 കർമ്മങ്ങൾക്കേ ഉള്ളൂ നമ്മുടെ സഭയിൽ പ്രാധാന്യമായിട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് സ്നാനം, മറ്റൊന്ന് തിരുമേശ. സ്നാനവും തിരുമേശവും യേശുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ കാണുന്നു, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഇവിടുത്തെ മരണത്തോട് വരുമ്പോൾ അസഭ്യം പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അസഭ്യം പറയുന്നവരുണ്ട് ഈ മരണസമയത്തൊക്കെ. കാരണം അവരുടെ അകത്തിരിക്കുന്ന സകല നൊമ്പരങ്ങളും ദേഷ്യങ്ങളും ഒക്കെ അവരുടെ ശരീരത്തിൻ്റെ വേദനയെ പുറത്ത് വരും. ഇങ്ങനെ കാര്യം നമുക്ക് ഈ കുത്ത് കിട്ടുമ്പോഴേ നമ്മൾ ആരാണെന്ന് അറിയത്തുള്ളൂ. സത്യമല്ലേ? നമ്മൾ ആരാണെന്നറിയാം. ഇത് ഞാൻ പേടിച്ചാൽ പറയുക. അതുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ വചനത്തിൽ ഒരു വാക്യമുണ്ട്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഫിലിപ്പിയർ 1:27. ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ ദൂരത്തിരുന്നു നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന്. അപ്പം നമ്മൾ ക്രിസ്തുവിൽ ജനിച്ച് മാത്രം പോരാ, ക്രിസ്തുവിൽ ജീവിക്കണം. വേണ്ടേ? ക്രിസ്തുവിൽ ജീവിക്കുന്നത് ഒരു വലിയ പോരാട്ടമാണ്. അതുകൊണ്ടാണ് നാം പാടുക, പാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ച് ആറുതൽ പെടും ഞാൻ, തീരുമെൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗേ ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ ഏത് ഉപവാസ പ്രാർത്ഥനയ്ക്കും കൺവെൻഷനും അവസാനം പാടിയാൽ ജനങ്ങൾ ആത്മാവിലാകുന്ന ഒരു പാട്ടാണ്. പക്ഷേ എനിക്കത് പാടാൻ ഇച്ചിരി പാടുക. പാരിച്ച ദുഃഖത്താൽ പോരാട്ടം ആകലും. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ്, അല്ലേ? ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ്. എതുവഴിയാണ് പോരാട്ടം വരുന്നത് നമുക്കറിയത്തില്ല. ഇവിടെയാണ് കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കേണ്ടത്. എളിയവനായ ഈ ദാസൻ എനിക്കൊരു മണിപ്പൂരി സഹോദരൻ തൻ്റെ മകന് ഞാൻ 2 വട്ടം ബ്ലഡ് കൊടുത്തപ്പം അദ്ദേഹം എനിക്ക് കൈകൊണ്ട് തയ്ച്ച് തന്ന ഒരു ബാഗിനകത്ത് വിശുദ്ധ വേദപുസ്തകം ഇട്ടുകൊണ്ടൊരു ബൈക്ക് യോഗത്തിന് പോകുമ്പം എൻ്റെ നാട്ടിൽ കൂടെ ഞാൻ യോഗത്തിന് പോകുമ്പോൾ എൻ്റെ ഒരു സഹോദരനുമുണ്ട്. ഒരു സഹോദരൻ റോഡെ ഇങ്ങനെ നടന്നു വരുന്നു. ഞാൻ അന്ന് ഹെൽമെറ്റ് നിർബന്ധമല്ല. ഞാൻ ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് വലിയ കാര്യത്തിൽ ബൈക്ക് ഔട്ടി ചോദിച്ചു, സഹോദര എന്തുകൊണ്ട് വിശേഷം ചോദിച്ചു. ഇയാൾ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എൻ്റെ ചെവി ചോദിച്ചു, നിൻ്റെ തന്തയുടെ ശവടക്കം എന്താണെന്ന് ചോദിച്ചു. ഒരു കാര്യമില്ലാത്ത പോരാട്ടമാണ്. ഞാൻ വെറുതെ പോയതാണ്. ഇയാളോട് ഞാൻ വലിയ കാര്യത്തിൽ വിശേഷം ചോദിച്ചതാണ്. നിൻ്റെ തന്തയുടെ ശവടക്കം എന്താണെന്ന് ചോദിച്ചു. ഞാൻ വേദവസം തോളയിട്ട് സഞ്ജീവമായിട്ട് ഇറങ്ങി മുണ്ട് മടക്കി കുത്തിയിട്ട് പറഞ്ഞു, നിന്നെ അടക്കിയതിൻ്റെ പിറ്റേ ദിവസം ഉള്ളെന്ന് പറഞ്ഞു. ഇവൻ ഓടി, ഞാൻ പുറകെ ഓടി. കുറേ കഴിഞ്ഞപ്പോൾ ഇവൻ ഇടവഴി ഓടിയോണ്ട് എനിക്ക് അവനെ കിട്ടിയില്ല. അന്ന് ഞാൻ മനസ്സിലാക്കി വെറുതെ പോരാട്ടം വരും. ഞാൻ സന്തോഷത്തിന് ചോദിച്ചാൽ എന്തുകൊണ്ട് വിശേഷമെന്ന്. ഇവൻ എന്നോട് ഇത് ചോദിക്കേണ്ട വല്ല കാര്യമാണ്. ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? പോരാട്ട ജീവിതം ആണോ അല്ലയോ? വെറുതെ വന്ന് കയറുന്ന കയ്യാവേലി കണ്ടോ, വല്ല കാര്യമുണ്ടോ? എൻ്റെ തന്തയുടെ ശവയുടെ പുള്ളിയെ ഞാൻ കണ്ടിട്ടാണ് പോയെ. കാപ്പിയും കൊടുത്തിട്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ് ശവകടക്ക് എന്നാണ്. സഹിക്കൂ? ഇല്ല. അപ്പോഴാണ് മനസ്സിലാക്കേണ്ട കാര്യം, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണെങ്കിലും വിശ്വാസ ജീവിതത്തിന് എന്തുണ്ട്? പോരാട്ടമുണ്ട്. ഇങ്ങനെ പോരാട്ടം വരുമ്പോൾ എന്തോ പറയണം, പിതാവേ ഇവർ ചെയ്തത് എന്തെന്നറിയായിക്കാൽ ഇവരോട് ക്ഷമിക്കണം. എളുപ്പമാണോ? അല്ല. പക്ഷെ സാധ്യമല്ലാത്ത ഒരു കാര്യവും കർത്താവ് പറയത്തില്ല. മനുഷ്യരാൽ അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. ചിലപ്പോൾ നമ്മൾ ഈ റോഡേ പോകുമ്പോഴായിരിക്കും വെറുതെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് നമ്മളോട് വഴക്കിന് വരും. ഇപ്പോൾ ഒരു കാര്യം ഓർത്തോണം, വണ്ടിക്കാർ വെറുതെ കയറിയിട്ട് ക്രോസ് ഇടും, ഇവർ കയറിയിട്ട് വാലുകൊണ്ട് അടിക്കാൻ വരും. ഇപ്പോഴൊക്കെ ഒഴിഞ്ഞു പൊക്കോണം. അപ്പോഴാണ് നമ്മളറിയുക നമ്മൾ ആരാണെന്നറിയുക. ശരിയല്ലേ? ആരാണെന്നറിയണമെങ്കിൽ നമ്മളെ തൊടണം. നമ്മുടെ ചങ്കയെ തൊടുമ്പോഴേ നമ്മൾ ആരാന്നറിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം, ഏത് പ്രത്യേക സാഹചര്യത്തിലും ഈ ഒരു വാക്ക് വരുവാൻ. ഒരുവൻ്റെ ആരാണെന്ന് അളക്കുന്നത് അവൻ്റെ വാക്കല്ലേ.
അവൻ്റെ വാക്കാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ഒന്നാമത്തെ വഴി, പിതാവേ ഇവർ ചെയ്തത് എന്തെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണം. കരം ഉയർത്തി എല്ലാവരും ഒന്ന് പറഞ്ഞേ, പിതാവേ ഇവർ ചെയ്തത് എന്തെന്നറിയായിയാൽ ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഞാൻ ചിലപ്പോഴെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പം നമ്മൾ സാക്ഷി ചിലപ്പം ഒരു കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞെ ഇന്ന് നീ പാട്ട് പാടാൻ പറഞ്ഞു സ്തോത്ര കാഴ്ചയ്ക്ക്. പക്ഷെ പെട്ടെന്നൊരു പാട്ടുകാരൻ ഗസ്റ്റ് വന്നു, പറയാൻ ഒത്തില്ല. നമ്മൾ ആ ഗസ്റ്റിന് പാട്ട് കൊടുത്തു. ആര് പിണങ്ങും? പെൺകുട്ടി പിണങ്ങിയാൽ സാരയില്ലായിരുന്നു. പക്ഷെ പെൺകുട്ടിയുടെ അമ്മ കയറി പിടിക്കും. അമ്മ കയറി പിടിക്കുമ്പോഴാണ് വിവരം പറയുന്നത്, എൻ്റെ കൊച്ചിനെ കൊതിപ്പിച്ചില്ലേ, നിങ്ങളുടെ കൊച്ചാണെങ്കിൽ നിങ്ങളെന്തോ ഇതന്നെ, എൻ്റെ കൊച്ചിനെ നിരാശപ്പെടുത്തിയില്ലേ, ഇനി അവൾ പറഞ്ഞു മേലി പാടത്തിലെന്ന്, ഇതിന് നിങ്ങൾ മാത്രമല്ല ഉത്തരവാദി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യാനാ? ഗതികേടിനാണ് അറിയാതൊരു ഗസ്റ്റ് വന്നത്. സോറി എന്ന് പറയാൻ സമയം കിട്ടിയില്ല. ഗസ്റ്റിന് വേറെ പാട്ടുകാരനാണ്, പുള്ളിക്ക് പ്രസംഗിക്കാൻ കൊടുക്കാൻ ഒക്കത്തില്ലല്ലേ, പാടാനല്ലേ ഒക്കത്തുള്ളൂ. പാട്ട് പാടാം. പല സഭകളിലെയും പ്രശ്നം പാട്ടാണെന്ന് പറഞ്ഞാൽ അതൊരു സത്യ. ഞാനൊരു സഭയിൽ ചെന്നപ്പോൾ 80 പേരുള്ള സഭയിലെ 40 പേരും കൊയറാണ്. 4 ആഴ്ചയിലും ഓരോ കൊയറ്. എന്താ കാര്യം ചോദിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു, കൊയറിൻ്റെ പ്രശ്നം കൊണ്ട് അറ്റായിക്ക് വന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അടുത്ത അറ്റായിക്ക് പേടിച്ച് എല്ലാവരെയും കൊയറിലാക്കി. ഓരോ ആഴ്ചയിലും ഓരോരുത്തർ. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ ആഴ്ചയിലും ഇവർ തമ്മിൽ പെർഫോമൻസാണ്, അവർ കോമ്പറ്റീഷനാണ്. ഇതൊരു കോമ്പറ്റീഷൻ സമൂഹഗാന മത്സരമാണ് ഇവിടെ എല്ലാ ആഴ്ചയിലും നടക്കുക. അപ്പോൾ അതുകൊണ്ട് ആത്മീയത പോയി, വിടുതൽ പോയി. ഓർത്തോണേ, പാടാൻ അവസരം കിട്ടുമ്പോഴും സ്തോത്രം, കിട്ടിയില്ലേ എന്തോ പറയണം? ഏറ്റവും നല്ലൊരു വാക്ക് ഞാൻ പറയാം, പോട്ടെ സാരയില്ലെന്ന് പറയണം. പറഞ്ഞേ, പോട്ടെ സാരയില്ല. അടുത്തിരി ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ എത്രാമത്തെ ദിവസം ഇന്ന്? 8ാമത്തെ ദിവസം. നല്ല ദിവസം 8. 8ാം ദിവസം ഒരു 3-4 പേരോട് പറഞ്ഞേ പോട്ടെ സാരയില്ലെന്ന്. ശരിക്കും പറഞ്ഞ് 3-4 പേരോടൊന്ന് ഇന്ന് പടലിയൊക്കെ തിരിച്ച് പറഞ്ഞേ, പോട്ടെ എന്തോ ഇല്ല സാരയില്ലെന്ന് പറ. പോട്ടെ സാരയില്ല പറഞ്ഞേ, പോട്ടെ സാരയില്ല. ലോകത്തിലെ ഏറ്റവും നല്ല വാക്കായിട്ട് എനിക്കിപ്പം തോന്നുന്നത് ഏതാ? പോട്ടെ സാരയില്ലെന്ന്. അതിനിപ്പോൾ എന്തോ അതൊക്കെ സാരയില്ല എന്ന് പറയാൻ കഴിയുന്നവൻ ആരുടെ ചുവട്ടിലാണ്? ക്രൂശിൻ്റെ ചുവട്ടിലാണ്. പോട്ടെ സാരയില്ല. ഞങ്ങളുടെ ചർച്ചിൽ കഴിഞ്ഞ ദിവസം ഇത് പറയിപ്പിച്ചു. എല്ലാവരും തമ്മിൽ പറഞ്ഞു പോട്ടെ സാരയില്ലെന്ന്. അന്ന് എനിക്കൊരു അബദ്ധം പറ്റി. തലേരാത്രി എന്നോട് ഭാര്യ ചോദിച്ചു, നാളെ ഗസ്റ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങളുടെ എല്ലാ സെക്ഷൻ പാസ്റ്റേഴ്സിനെയും വിളിച്ച് ചോദിക്കുക ആരെങ്കിലും ഉണ്ടോ? അവരെല്ലാം പറഞ്ഞില്ല. ഒരു സെക്ഷൻ പാസ്റ്റർക്ക് അറിയായിരുന്നു, പുള്ളി പറഞ്ഞുമില്ല, മറന്നുപോയി. ഉച്ചയായപ്പോൾ 25 പേര് കഴിക്കാൻ ഞാൻ പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടു. എന്തോ ചെയ്യും? അവൾ എന്നോട് പറഞ്ഞു, ഈ പ്രാവശ്യം പോട്ടെ സാരമില്ല, പക്ഷെ മേലിൽ ഇത് ആവർത്തിച്ചേക്കരുത്. ഈ പ്രാവശ്യം പോട്ടെ സാരമില്ല, പക്ഷെ മേലിൽ എന്ത് ചെയ്തേക്കരുത്, ആവർത്തിച്ചേക്കരുത്. എന്നാലും എന്ത് പ്രശ്നം വന്നാലും നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ പിതാവേ ഇവർ ചെയ്ത് എന്തെന്നറിയായാൽ ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. നമ്മുടെ വണ്ടിയെ വന്ന് ഇത് ഞാൻ പറയുമ്പം, ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. വണ്ടിയെ വന്ന് ആരെങ്കിലും ചെറുതായിട്ടൊന്ന് ഉരച്ചിട്ട് പോകുമ്പോൾ എന്തോ പറയണം? പോട്ടെ സാരമില്ല. വണ്ടിയെ തട്ടിയിട്ട് പോകുമ്പോൾ എന്തോ പറയണം? പോട്ടെ സാരമില്ല. കയറി വന്ന മരുമോടെ കയ്യിൽ നിന്ന് നല്ല ക്രിസ്റ്റൽ ഗ്ലാസ് പൊട്ടി വീഴുമ്പോൾ എന്തോ പറയണം? പോട്ടെ സാരമില്ല. രാവിലെ കുക്ക് ചെയ്യാൻ വന്നവർ പാല് മുഴുവൻ തൂക്കിക്കളയുമ്പോൾ എന്തോ പറയണം? പോട്ടെ സാരമില്ല. ഗ്യാസോ ഇല്ല, ഗ്യാസ് കത്തിച്ചിട്ട് കിടക്കുക ഓഫ് ചെയ്യാതെ എന്തോ പറയണം? എന്തോ പറയണം? പോട്ടെ സാരമില്ല. മക്കളെ, പല വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ലൈറ്റ് ഓഫ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഓഫ് ചെയ്യും, അവരിടും, നമ്മൾ ഓഫ് ചെയ്യും, അവരിടും. അതിൻ്റെ പേരിലാണ് പലപ്പോഴും ബൈക്ക്. അതുകൊണ്ട് ഒരു അച്ചായൻ പോകുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം വീട്ടിലെ വഴക്കിന് ഒറ്റ വഴിയേ ഉള്ളൂ, ഇറങ്ങുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക. കാരണം ലൈറ്റ് ഇവർ കെടുത്തത്തില്ല. അപ്പം ഇതെല്ലാം വരുമ്പോഴും 200 രൂപ കൂടിയാലും വലുതാണ് നമ്മുടെ വാക്ക്. അതുകൊണ്ട് കർത്താവോട് പറഞ്ഞ് പോട്ടെ സാരയില്ല. ഇന്ന് മുതൽ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാറട്ടെ, പോട്ടെ സാരയില്ല. അപ്പോൾ 8ാം ദിവസം എളിയവനായ ദാസൻ പ്രസംഗിച്ചത് എന്താ? പോട്ടെ സാരയില്ല. വേണേ സാങ്കുട്ടിച്ചാൻ ഒരു ഫീച്ചർ ചെയ്യും. എന്താണ്? പോട്ടെ സാരമില്ല. അതൊരു വലിയ കൾച്ചറാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു ക്രിസ്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും പറയാനൊത്ത ഭയങ്കര. ഞാൻ കണ്ടിട്ടുണ്ട്, ചെറിയ കാര്യത്തിന് പോലും മനുഷ്യർ ഇടറുകയാണ്. ഞാൻ അടുത്തിടയ്ക്ക് എന്നെ ഒരാൾ, വളരെ സ്നേഹിച്ച ഒരാൾ എന്നോട് ചെറിയൊരു ഭാരത്തിന് പുള്ളി എന്നെ ബ്ലോക്ക് ചെയ്തു. എൻ്റെ ജീവിതത്തിൽ എന്നെ ബ്ലോക്ക് ചെയ്തത് എനിക്ക് സഹിക്കാനൊക്കാത്തൊരു കാര്യമായി.
ഞാൻ 2-3 ദിവസം എന്നും രാവിലെ എഴുന്നേറ്റ് ഒരു 10 പ്രാവശ്യമെങ്കിലും ഫോൺ എടുത്ത് നോക്കി പുള്ളി എന്നെ അൺബ്ലോക്ക് ചെയ്തു. അൺബ്ലോക്ക് ചെയ്തില്ലെന്ന് കണ്ടപ്പോൾ ഒരാഴ്ച ഞാൻ പുഷ്പഗിരി അഡ്മിറ്റായി. കാരണം എനിക്ക് ശ്വാസം മുട്ടൽ കൂടിപ്പോയി. സത്യമായിട്ട് ഞാൻ പറയാം, എനിക്ക് സഹിക്കാൻ കഴിയാത്ത വിഷമമായിപ്പോയി. പക്ഷേ സിമ്പിൾ ഒരു കാര്യമല്ലേ, എന്താ പറയാം, പോട്ടെ, സാരമില്ല, നീ ചെയ്തത് എനിക്ക് പ്രയാസമാണെങ്കിലും ഒരു മൂത്താളെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സഹോദരൻ നിലയിൽ ഞാൻ ഈ പ്രാവശ്യം പറയുക, മക്കളെ പോട്ടെ, സാരമില്ല. ഇങ്ങനൊന്ന് പറയാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ നമ്മളെല്ലാം ആരുടെ ചുവട്ടിലായിരുന്നു? കുരിശിൻ്റെ ചുവട്ടിൽ. കർത്താവെ, എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കുരിശിലൂടെ എല്ലാം കാണാൻ ഇടയാക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. കരങ്ങളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് എല്ലാം കാണാൻ എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായതുകൊണ്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു, ഞാൻ ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. നിങ്ങൾ നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ, ഇത് ഞാൻ പറയുമ്പോൾ വലിയ പരീക്ഷകൾ എനിക്ക് വരുമെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ പറയുക. പക്ഷേ ജയിച്ചു എന്നുള്ള ഒരമിതമായ ആത്മവിശ്വാസത്തിലും പറയുകയല്ല, എങ്കിലും കൊതി കൊണ്ട് പറയുക, കർത്താവെ, എല്ലാ സാഹചര്യത്തിലും ഇങ്ങനെയൊന്ന് പറയാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ അനുഗ്രഹം ഉണ്ടാകും. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഒരു കാര്യം, ഒരു സഹോദരന് 2 സഹോദരന്മാർ തമ്മിൽ ഭയങ്കര ഒരു പിണക്കമുണ്ടായി. ചെറുപ്പക്കാരാണ് ഈ 2 സഹോദരന്മാർ. അപ്പോൾ അതിൽ 2 പേരും തമ്മിൽ പിണങ്ങി. പക്ഷേ ഒരാൾ വചനത്തിന് മുമ്പിൽ ഭയങ്കരമായിട്ട് അങ്ങ് അനുദപിച്ചിട്ട് എന്നോടൊന്ന് പറഞ്ഞു, അച്ചാ, എനിക്ക് കത്രിമേശ എടുക്കണം. ഇത്ര മാസമായിട്ട് ഞാൻ കത്രിമേശ എടുക്കുന്നില്ല ഈ ഒരു വിഷയത്തിന് ശേഷം. അതുകൊണ്ട് എനിക്ക് അവനോട് നിരപ്പാകണം. ഞാൻ നിരപ്പാകാൻ ശ്രമിച്ചിട്ട് അവൻ എടുക്കുന്നില്ല. അച്ഛൻ ഇതിനകത്തുനിന്ന് ഇടപെടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇടപെടാൻ കുഞ്ഞേ. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ഒന്നുമില്ലെങ്കിൽ അവനൊരു വചനത്തോടൊരു പ്രതിബദ്ധതയും തിരുമേശയോടൊരു ബഹുമാനവും ആദരവും ഒക്കെ തോന്നിയതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ മറ്റേ സഹോദരനെ വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മകനെ, കുഞ്ഞെ, നിന്നോട് ഇണങ്ങണമെന്ന് ഈ സഹോദരൻ ആവശ്യമുണ്ട്. അവൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. അവൻ ചെയ്തതിനെല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ ക്ഷമ ചോദിക്കും, വിട്ട് കളയണം. നാളെ തിരുമേശയാണ്. ഇവന് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെട്ടു. പിന്നെ പറഞ്ഞ വാക്കുകളൊക്കെ ശരിയായ ഭാഷയല്ല. ഞാനങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിച്ചാൽ പോലും അവനോട് ഞാൻ മിണ്ടില്ലെന്നൊക്കെയുള്ള നിലപാടിൽ ഒത്തിരി മോശപ്പെട്ടു. അപ്പോൾ ഈ മറ്റേ സഹോദരൻ കൈ കൂപ്പി മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ വലിയ ആളായതുകൊണ്ടല്ല നിന്നോട് ക്ഷമ പറയുക, ഒറ്റ കാര്യം കൊണ്ടാണ്, തിരുമേശയെ ഭയന്നും ദൈവത്തെ ഭയന്നും നാളെ തിരുമേശ എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് അതിനോടുള്ള തിരുമേശയോടുള്ള ബഹുമാനാർത്ഥം കുഞ്ഞ് അതിനോടൊന്ന് പ്രതികരിക്കണമെന്ന് പറഞ്ഞു. ഇവൻ ചെയ്തില്ല. അവസാനം ഇവന് കരഞ്ഞു പറഞ്ഞിട്ടും അവൻ നിലപാട് മാറ്റുന്നില്ല. സത്യത്തിന് എനിക്കും ഇച്ചിരി ദേഷ്യം വന്നു. ഞാൻ പെട്ടെന്ന് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇച്ചിരി മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കാൻ താല്പര്യപ്പെട്ട മകനോട് പറഞ്ഞു, കൈ നീട്ടാൻ പറഞ്ഞു. കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ തെറ്റിൽ നിന്ന് ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിനക്ക് ഒഴിവ് തന്നിരിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ഇതിൽ നിന്ന് നീ ഒഴിവുള്ളവനും നാളെ തിരുമേശ എടുക്കാൻ നീ യോഗ്യനുമാണ്. അത് എൻ്റെ കർത്താവ് തന്ന അധികാരത്തിൽ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കി. സംഭവിച്ചൊരു കാര്യം, അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ക്ഷമിക്കാതിരുന്ന പയ്യന് അവൻ ഇന്ന് എന്താണെന്ന് എനിക്ക് പബ്ലിക്കലി പറയാൻ പാടാം. അവനുണ്ടായ രോഗങ്ങൾ, അവൻ്റെ തകർച്ചകൾ. എന്നാൽ മറ്റേ കുഞ്ഞിനെ അതോടുകൂടി അവൻ്റെ ജീവിതത്തിൽ വഴി തുറന്നു. ഇന്ന് ആ കുഞ്ഞ് വിദേശ രാജ്യത്ത് കുടുംബമായി വിവാഹം കഴിച്ചതിന് ശേഷം താമസിക്കുക. ക്ഷമിച്ചവനും ക്ഷമിക്കാത്തവനും 2 തലത്തിലൂടെ പോവുകയാണ്. ക്ഷമിച്ചവൻ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ക്ഷമിക്കാത്തവൻ വളരെ ദുരിതക്കയത്തിലൂടെ ഇന്നും തുടരുന്നതിൻ്റെ കാരണം അന്ന് ഒരു കാറ്റ് വിട്ടുവീഴ്ച ചെയ്യാഞ്ഞിട്ട് ഈ രാത്രി കർത്താവ് തൻ്റെ സംസ്കാരത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുക. എന്തിൻ്റെ സംസ്കാരത്തിലേക്ക്? ക്രൂശിൻ്റെ സംസ്കാരത്തിലേക്ക്. ഇച്ചിരി കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ വന്നാൽ പോലും ദൈവമേ, സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് എന്നോട് ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു വലിയ മനസ്സ്. ഇതിപ്പോൾ ലോകം മുഴുവൻ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതല്ല, നമ്മുടെ കൊച്ചു സർക്കിളിനകത്ത് ക്ഷമയുടെ ഒരു മഹത്വത്തെ കാണിക്കാൻ എനിക്ക് കഴിയണമെന്ന് നമുക്ക് ഈ 10-ാം ദിവസം വീണ്ടും പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ആരോട് ചേർന്ന് നിൽക്കുക? ക്രൂശിനോട് ചേർന്ന് നിൽക്കുക. പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടൊന്ന് സ്തോത്രം ചെയ്തേ. പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. രണ്ടാമത് ഒരു സാക്ഷ്യം കൂടെ ഞാനൊന്ന് പറയുകയാണ്. 2 കള്ളന്മാരെക്കുറിച്ച് നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്, ഇടത്തും വലത്തും എന്നൊക്കെ പറയുക. എങ്ങനെ ആയിക്കോട്ടെ, ഒരു കള്ളം പറയുന്നത്
അവനെ പ്രാഗിയാണ്, അവനെ കളിയാക്കിയാണ്. പക്ഷെ മറ്റൊരാൾ അന്ന് പറഞ്ഞു, നമ്മൾ ഈ തെറ്റിന് യോഗ്യനാണ്, നമ്മൾ ശിക്ഷാവിധിയിലാണ്, കാരണം നമ്മൾ തെറ്റ് ചെയ്തവരാ, ഇവനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്വയം തെറ്റ് സമ്മതിച്ചവനെയാണ് തമ്പുരാൻ തൻ്റെ പറുദീസയിൽ ഇരുത്തിയത്. സ്വയം നീതീകരിച്ചവനെ അല്ല. നമ്മൾ സമശിക്ഷാവിധിയില്ല, നമ്മൾ തെറ്റ് ചെയ്തവരാ, പക്ഷേ ഇവനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്വയം നീതീകരണം അപകടത്തിലേക്ക് പോകുമ്പോൾ സ്വയം കർത്താവെ എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ തമ്പുരാൻ പറയും, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസ ഇരിക്കും. അതിന് ആ മനുഷ്യന് കിട്ടിയ ചാൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ചാൻസ് തന്നെ ഫസ്റ്റ് ചാൻസ് ആയിരുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഒരിക്കലും ഒരു സെൽഫ് റൈച്ചസിലേക്ക് പോകാതെ, ഒരു സ്വയം നീതീകരണത്തിലേക്ക് പോകരുത്. എൻ്റെ തെറ്റുകൾക്ക് മുമ്പിൽ കർത്താവെ ഞാൻ സമശിക്ഷാവിധിയിലായത് എൻ്റെ കുറ്റം കൊണ്ടാണെന്ന് അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ടോ, ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് തുടങ്ങും. കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ഏത് തെറ്റും എൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഒരിക്കലും ഒരു നീതീകരണത്തിന് ശ്രമിക്കാതെ തൻ്റെ തെറ്റിനെ തിരിച്ചറിഞ്ഞ് ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഒരിക്കലും ഒരു സ്വയനീതീകരണത്തിൻ്റെ തലം എനിക്കുണ്ടാകാതെ എൻ്റെ തെറ്റുകളെ തിരുത്താനുള്ള ഒരു കൃപ തരണം ക്രൂശിൻ്റെ ചുവട്ടിൽ. അങ്ങനെ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒരിക്കലും കരമുയർത്തി പ്രാർത്ഥിച്ച്, കർത്താവെ എനിക്ക് ഒരിക്കലും സ്വയനീതീകരണം വേണ്ട, സെൽഫ് റൈച്ചസ്നെസ് വേണ്ട. സെൽഫ് റൈച്ചസ്നെസ് ഭയങ്കര അപകടമാണ്. ഞാൻ പറയുന്ന വാക്ക് ബോധ്യത്തിൽ പറയുകയാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്വയം നീതീകരിക്കാർ പലപ്പോഴും ഇച്ചിരി കൃപയും കൃപാവരവും ഇച്ചിരി പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ്. അവരെ ഒരു കാര്യം പറഞ്ഞ് തിരുത്താനൊക്കത്തില്ല. ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം, എന്നെ തല്ലല്ലേ, കല്ല് പിറക്കി എറിയരുത്. എൻ്റെ സഭയിൽ വല്ലപ്പോഴുമൊക്കെ ഗതികേടിന് നിവൃത്തിയില്ലായ്മ ടെൻഷനൊക്കെ വരുമ്പോൾ ഇച്ചിരി വലിക്കുന്നവരുണ്ട്. അവരെൻ്റെ മുമ്പിൽ വരുമ്പോൾ കയ്യും കൂപ്പിയേ നിൽക്കത്തുള്ളൂ. അച്ചായ തെറ്റ് പറ്റിപ്പോയേ, ക്ഷമിക്കണേ, വീണ്ടും തെറ്റിപ്പോയി, കൈ കൂപ്പി ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും, രക്ഷിക്കാൻ പ്രാർത്ഥിക്കണം. പക്ഷേ ഇച്ചിരി രണ്ട് അന്യഭാഷ കൂടുതലും ഒരു വെളിപ്പാടും കൂടെ കിട്ടിയോ യാതൊരു കാര്യവും പറഞ്ഞാൽ കേൾക്കത്തില്ല, യാതൊരു കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല. ഞാൻ എന്നും തീരുമാനിക്കും, കൃപാവരം ഉള്ളവരോട് ഒരു കാര്യവും സംസാരിച്ച് പോയേക്കരുത്. കാരണം അവരോട് ദൈവം നേരിട്ട് സംസാരിക്കുക, നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. നേരിട്ട് ഒരാളോട് ദൈവം പറയുന്നുണ്ടോ, അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല. കർത്താവെ ആര് തിരുത്തിയാലും തിരുത്തലുകൾ സ്വീകരിക്കാൻ എന്നെ സഹായിക്കണമെന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും. തിരുത്തലുകൾ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് വലിയ മനസ്സാണ്. എൻ്റെ അപ്പ വളരെ ക്ഷീണിതനായിട്ട് കിടക്കുന്ന ഒരു സമയം, ഞാനന്ന് തിരക്കിട്ട് ഒത്തിരി കൺവെൻഷനുണ്ട്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാൻ രാവിലെ റോഡിൽ നടന്നു പോവുക, വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ യാക്കോബക്കാരൻ, ഞങ്ങളുടെ ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരു കാർന്നോര, വളരെ പ്രായമുണ്ട്, സിറ്റൗട്ടിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു, എന്നാ ഉണ്ടാ വിശേഷം? ഒന്നുമില്ല. നീ എന്താ നടക്കാൻ ഇറങ്ങിയാണോ? ആണപ്പം അപ്പച്ച. ശരി, നടക്കുകയൊക്കെ ചെയ്തോ? അടുത്തിടയ്ക്ക് നീ വലിയ പ്രാസംഗികനാ, പലയിടത്തും നോട്ടീസൊക്കെ കണ്ടു. പക്ഷേ കൊച്ചനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ചായൻ്റെ കൂടെ പോയി കുറച്ച് നേരം ഇരിക്കടാ, അതാടാ പ്രസംഗം. എനിക്ക് മനസ്സിലായി, ഒരു കാര്യവും ഇല്ലാതെ എന്നെ തിരുത്താൻ ദൈവം ഒരാളെ വിട്ടേക്കുക. ദൈവം ആര് തിരുത്തിയാലും തിരുത്തലുകൾ സ്വീകരിക്കാൻ എന്നെ സഹായിക്കണേ. തിരുത്തലുകൾക്ക് വിധേയപ്പെടുന്ന ഒരു മനസ്സ് തരണമെന്ന് പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, സ്വയം നീതീകരണമല്ല, സ്വയം തിരുത്തലുകൾ. അത് ചിലപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത് എങ്കിലും തിരുത്താനുള്ളൊരു മനസ്സ്. കൊച്ചു കുഞ്ഞുങ്ങൾ ചിലപ്പം നമ്മളെ തിരുത്തും കേട്ടോ, നമ്മളറിയാതെ തിരുത്തും. ആ തിരുത്തലും സ്വീകരിക്കുവാനുള്ളൊരു മനസ്സ് വിശാലത ചെറിയതല്ല. പിതാവേ, പ്രാർത്ഥിച്ച് ഇന്ന് നീ എന്നോടുകൂടെ എന്തിരിക്കും? പറുദീസ ഇരിക്കും. അവിടെ അവൻ ചോദിക്കുന്ന ഇറ്റ കാര്യമുള്ളൂ, അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പം എന്നെ കൂടെ എന്ത് ചെയ്യണമേ, ഓർക്കണമേ. ആരൊക്കെ പറയും, പൂവ് ചോദിച്ചപ്പം പൂന്തോട്ടം കൊടുത്തെന്ന്. നമ്മുടെ കർത്താവ് അങ്ങനെയല്ല, ചോദിക്കുന്നതിലും നിനക്കെന്തെങ്കിലും അത്യന്തപരമായി ചെയ്യുന്ന ദൈവമാണ്. ചോദിച്ചത് ഓർക്കണമെന്ന് ചോദിച്ചവന് പറുദീസ കൊടുത്തതാണ് നമ്മുടെ ദൈവം. ഓർക്കണമെന്ന് ചോദിച്ചവന് പറുദീസ കൊടുത്തത്. മൂന്നാമത്തേത്, താഴോട്ട് നോക്കി അവിടെ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. ക്രൂശിൻ്റെ ചുവട്ടിൽ ഒരേ ഒരു പുരുഷ പ്രജയേ ഉള്ളൂ, യോഹന്നാനെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, മറിയത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുകയാണ്.
അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകനെന്ന് പറയുകയാണ്. അവർ തമ്മിൽ അമ്മയും മകനുമായി മാറുകയാണ്. അവിടെ ബന്ധം പൂവണിയപ്പെടുകയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവനെ മാത്രമേ, കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് തൻ്റെ അമ്മയാണ്. എനിക്കൊരു കാര്യം അറിയാം, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവനെ തമ്പുരാൻ എന്നും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഉത്തരവാദിത്തം അത് ഏൽപ്പിക്കുന്നത് ആരെയാ? കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവനെയാണ്. ചിലർക്കൊന്നും സമയമില്ല, ചിലൊന്നും ഒരു കാര്യത്തിനും വിളിച്ചാലും വരത്തില്ല. ഇപ്പോഴത്തെ സഭകളുടെ ഒരു അപകടം, ഒരു കാര്യം ഏൽപ്പിക്കാൻ ശ്രമിച്ചാലും പിള്ളേർ തൊട്ട് യൂത്ത് തൊട്ട് സൺഡേ സ്കൂൾ തൊട്ട് ആർക്കും സമയമില്ല. ആരെ ഏൽപ്പിക്കാൻ? ദൈവത്തിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ കുരിശിൻ്റെ ചുവട്ടിൽ പോയി കുറേ നേരം നിന്നാൽ, കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നിന്നാൽ, ആരെ ഏൽപ്പിക്കാത്ത ഏറ്റവും വലിയ ദൗത്യങ്ങളെ കർത്താവ് ഏൽപ്പിക്കും. കർത്താവെ, അങ്ങനെ ഏൽപ്പിക്കുന്ന എല്ലാ ദൗത്യങ്ങളും ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കാൻ ദൈവം തയ്യാറാണ്. അങ്ങനെ ഒരു സമർപ്പണത്തോടെ കർത്താവിൻ്റെ സന്ധിയായിരിക്കുന്നവർ ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് നമുക്കെല്ലാം ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് എന്താ ഞാൻ സംസാരിച്ചെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ പറയും? ഞാൻ എന്താ സംസാരിച്ചെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തോ പറയും? പോട്ടെ, സാരമില്ല, രണ്ടാമത് പറയണം. കർത്താവിൻ്റെ കയ്യിൽ മറയ്ക്കാൻ പുതപ്പ് കൊടുത്താൽ നമ്മുടെ കുറവുകളെ ആരും മറയ്ക്കും? ദൈവം മറയ്ക്കും. ആരെയും ഇല്ലാതാക്കാനല്ല, ചെറുതായിട്ടൊന്ന് മറച്ചു കൊടുത്താൽ, താങ്ങിക്കൊടുത്താൽ നമ്മളും തളരുമ്പോൾ ദൈവം നമ്മളെ താങ്ങിക്കൊള്ളും. ഒരു പക്ഷേ നമ്മൾ ക്ഷമിക്കുമ്പോൾ നാളെ നമ്മളോട് ക്ഷമിക്കാൻ ദൈവം ആയിരങ്ങളെ ഒരുക്കും. യേശുവേ, ആ കുരിശിൻ്റെ സംസ്കാരം, കുരിശിൻ്റെ ചുവട്ടിൽ എന്നെ നിർത്തി പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവസന്ധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ എല്ലാം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, എനിക്ക് എത്ര പ്രതിസന്ധിയിലും ഒരരുതാത്ത വാക്ക് പോകാതെ, ഞാനിത് പറയുന്നത് അല്പം ഭയത്തോടാണ് പറയുക. കാരണം ചില പ്രശ്നങ്ങളിൽ ഞാനും ഇന്നും മരിക്കാത്ത ജഡത്തിൽ ജീവിക്കുന്ന ആളാണെന്നുള്ള ബോധ്യത്തിൽ, പക്ഷേ ആഗ്രഹം, എത്തിച്ചേരേണ്ട ഡെസ്റ്റിനി അതാണ്. നമുക്ക് എത്തിച്ചേരേണ്ടത് അവിടെയാണ്. അതാണ് ക്രൂശോളം ക്രിസ്തുവെന്ന തലയോളം വളരാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ, ഈ 8ാമത്തെ രാത്രിയിൽ ക്രൂശിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി എനിക്കും തീരണമെന്ന് കർത്താവിനോടൊന്ന് പറയാം. അങ്ങനെയെങ്കിൽ വേഗത്തിൽ ഉണർവുണ്ടാകും. അങ്ങനെയെങ്കിൽ വേഗത്തിൽ സഭ വളരും. നാം ക്രൂശിൻ്റെ വക്താക്കളായാൽ ഉണർവ് താനേ വരും. കർത്താവെ സഹായിക്കണം. ഇരുകരങ്ങൾ ഉയർത്തി അല്പസമയം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ആ വലിയ കൾച്ചറിലേക്ക്, ആ വലിയ കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ആ വലിയ കൾച്ചറിലേക്ക് എന്നെ നയിക്കണമേ. അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച് അല്പനേരം. എത്ര പ്രകോപനം ഉണ്ടായാലും ഒരു നിമിഷം ഒന്ന് കൈ താത്തിടാമോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് ആരോടും പിണക്കില്ല, ആരോടും എനിക്ക് മിണ്ടാനില്ല, മിണ്ടാത്തതായിട്ട് ആരുമില്ല, എല്ലാവരോടും ഞാൻ സ്നേഹത്തിൽ കഴിയുന്ന ആളാണ് എന്നുള്ളവരൊന്ന് കര ഉയർത്താമോ? ജിബിന് 100% ശരിയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് ചിലരോട് പ്രയാസമല്ല, എന്നോട് മിണ്ടാത്തവരുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞാൻ മിണ്ടാൻ ശ്രമിച്ചിട്ടും ഒക്കാത്തവർ എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു ക്രമീകരണം ഉണ്ടാകണമെന്ന് ഉള്ളാലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. എല്ലാവരുമായിട്ടും സമാധാനം ആചരിക്കാനുള്ള ഒരു വലിയ കൃപ, അവിടെയാണ് ഉണർവുണ്ടാകുക. ദൈവമേ, അതിനെനിക്ക് കഴിയണമെന്ന് എല്ലാവരും ഒന്നൊന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കഴിയുമ്പോൾ ദൈവം നമ്മളെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്, ഒരു വലിയ നിയോഗം ഏൽപ്പിക്കുക. അത് സ്വന്തം അമ്മയെ നോക്കുന്ന ശുശ്രൂഷയാണെങ്കിൽ ഇന്ന് വലിയ ഉത്തരവാദിത്തങ്ങൾ കർത്താവിന് നമ്മെ ഏൽപ്പിക്കാനുണ്ട്. ആരോരുമില്ലാത്ത ചിലരെ തമ്പുരാന് നമ്മെ ഏൽപ്പിക്കാനുണ്ട്. ആരോരുമില്ലാത്ത ചിലരെ ദൈവത്തിന് നമ്മെ ഏൽപ്പിക്കാനുണ്ട്. ആ ഏൽപ്പിക്കുമ്പോൾ 2 കൈയും നീട്ടി സ്വീകരിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് എത്ര പേർ ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കും? കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ദൈവം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. ആ ഉത്തരവാദിത്തം സ്വീകരിക്കാനുള്ള ഒരു ഹൃദയം, ഒരു മനസ്സ് എനിക്കും എൻ്റെ കുടുംബത്തിനും തരണമേ. ചിലപ്പോൾ ഒരു കുഞ്ഞിനെ ട്യൂഷൻ പഠിപ്പിക്കാനായിരിക്കും, ആ കുഞ്ഞിന് ബുദ്ധി കുറവായിരിക്കും. സാറുമാർ പറഞ്ഞു ക്ലാസ്സിൽ നിന്ന് മാറ്റിക്കോളാൻ പറഞ്ഞു. ആ അമ്മ വിഷമിക്കുക. ആ അമ്മയുടെ കുഞ്ഞിനെ കണക്കൊന്ന് പഠിപ്പിക്കാൻ, ഇംഗ്ലീഷൊന്ന് പഠിപ്പിക്കാൻ 1/2 മണിക്കൂർ വെച്ച് ഒന്ന് കൊടുക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടാൽ, വിദ്യാഭ്യാസമുള്ളവർ ഒരു സ്ലോ ആയിട്ടുള്ള, ഒരു പക്ഷേ
ഇന്നത്തെ ഏറ്റവും വലിയൊരു ആവശ്യമായിട്ട് ഞാൻ കാണുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ സ്ലോയാണ്. അതിൽ നീറുന്ന ഒത്തിരി പേരുണ്ട്. ഏതെങ്കിലും ഒരു കുഞ്ഞിന് എൻ്റെ അറിവ് പകർന്നു കൊടുക്കാനൊത്തെങ്കിൽ അതിനെപ്പോലൊരു പുണ്യമുള്ളൊരു കാര്യമില്ല. കർത്താവെ, അങ്ങനെ തളർന്നു പോകുന്ന ചില കുഞ്ഞുങ്ങളെ താങ്ങാൻ ഇവിടെ മാസ്റ്റേഴ്സ് ഉള്ളവർ, അറിവുള്ളവരൊക്കെ ഉണ്ട്. എനിക്ക് കഴിയണമേ എന്ന് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരമ്മ, അനാഥപ്പെട്ട ഒരമ്മയുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒന്ന് കാണാൻ, ഹോസ്പിറ്റലാണെങ്കിൽ ഒന്ന് പോയി കുറേ നേരം ഇരിക്കാൻ ഒരച്ഛൻ, അമ്മ, കർത്താവ് ആവശ്യപ്പെട്ടാൽ ആരുമില്ലാത്ത ചിലരെ തമ്പുരാനെ ഏൽപ്പിക്കുമ്പോൾ ഏറ്റെടുക്കാൻ എനിക്ക് കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നവർ. അത് ഞാൻ പറയുന്നത് കർത്താവിൻ്റെ ഒരു ആത്മാവിൻ്റെ വെളിച്ചത്തിലാണ്. ആരുമില്ലാത്ത ചിലരെ ഒരു വാക്കുകൊണ്ട് താങ്ങാൻ, വല്ലപ്പോഴും ഒന്ന് താങ്ങാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ചിലരെക്കുറിച്ച്. ആ ദൗത്യം യേശു ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ എനിക്ക് ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ ഒരു ആഗ്രഹമുള്ളവരൊന്ന് കര ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവ് ഒരു വ്യക്തിയെ ഏൽപ്പിച്ചാൽ അതൊരു പക്ഷേ ഒരമ്മയാകാം, അല്ലെങ്കിൽ മക്കൾ മരിച്ചുപോയ ഒരമ്മയാകാം, മക്കൾ മരിച്ചുപോയ ഒരു വൃദ്ധ മാതാപിതാക്കളാകാം, അപ്പനും അമ്മയും മരിച്ചുപോയൊരു കുഞ്ഞാകാം, എയർലി പാർട്ട്ണർ മരിച്ചുപോയ ഒരു പെൺകുഞ്ഞാകാം. അവരെ ഒന്ന് സ്നേഹം കൊണ്ട് കൈത്താങ്ങാൻ യേശു ആവശ്യപ്പെട്ടാൽ 100% വിശ്വസ്തയോടെ ചെയ്യാൻ എനിക്ക് കഴിയുന്ന ഒരു സംസ്കാരം, ക്രൂശിൻ്റെ ഒരു ഉത്തരവാദിത്വം, കർത്താവ് എന്നെ ഏൽപ്പിക്കുന്ന മനുഷ്യരുടെ ഉത്തരവാദിത്വം വിശ്വസ്തയോടെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർ ഈ 8-ാം ദിവസം പൂർണ്ണ മനസ്സോടെ ഇരുകരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ച്, കർത്താവെ, ചില ദൗത്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഇപ്പുറത്ത് കസേരയിരിക്കുന്ന ആൾ പ്രാർത്ഥിക്കുമ്പം വല്ലാതെ കരയുന്നുണ്ടായിരിക്കാം. ഇടയ്ക്കൊന്ന് ചോദിക്കുക, എന്താ നിനക്ക് ഇത്ര സങ്കടം? ചോദ്യം സത്യസന്ധമാണെങ്കിൽ ചിലപ്പോൾ ഉത്തരം സത്യസന്ധമായിരിക്കും. അങ്ങനെ സത്യസന്ധമായി ഉത്തരം പറയുന്നവരെ ചേർത്തൊന്ന് പിടിക്കാൻ, അവർക്ക് വേണ്ടി എല്ലാ ദിവസവും ഒന്ന് പ്രാർത്ഥിക്കാൻ, എല്ലാ ദിവസവും അവരെ ഫോൺ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ, അങ്ങനെ ഒരു ഉത്തരവാദിത്തം യേശു ഏൽപ്പിച്ചാൽ ചെയ്യാമോ വിശ്വസ്തയോടെ? അതൊക്കെയാണ് ഇന്ന് ആവശ്യം. ക്രൂശ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇന്നും. എനിക്ക് നിന്നെ ഏൽപ്പിക്കാൻ ഒരാളുണ്ട്, ആ ആളെ ഏറ്റെടുക്കാമോ? ഇച്ചിരി ഭാരമുള്ള കാര്യമാണ്, ടൈം കൺസ്യൂമിങ്ങാണ്, ഡിസ്റ്റർബിങ്ങാണ്, പ്രൈവസിയൊക്കെ ഇച്ചിരി പോകുന്നതാണ്. പക്ഷേ ഞാൻ തയ്യാറാണെന്നുള്ളവരെ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഏൽപ്പിക്കാം. 3 മൊഴികളിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇലക്ഷൻ വരികയാണ്. ഈ 9-ാം തീയതി നമ്മൾ ദൈവമക്കൾ പ്രാർത്ഥിച്ചില്ല, പിന്നെ ആരാ പ്രാർത്ഥിക്കുക? എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തിക്ക് 4 ദിക്കിലേക്കും കൈ നീട്ടി ആത്മാർത്ഥമായി അല്പസമയം പ്രാർത്ഥിച്ച്, തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് വലിയൊരു ഉണർവുണ്ടാകണം. ഈ പട്ടണം, തിരുവല്ല, പത്തനംതിട്ട എല്ലാം നിങ്ങൾ 4 ദിക്കിലേക്കും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് തുറന്ന് തിരിഞ്ഞ് ഓരോ ദിക്കിലേക്കും നോക്കിക്കേ. മനുഷ്യരെയല്ല, തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറെല്ലാം നോക്കി കൈ ഉയർത്തി പ്രാർത്ഥിച്ച് വിശുദ്ധ കരങ്ങൾ ഈ തിരുവല്ല പട്ടണത്തിലെ എല്ലാ മുക്കും മൂലയും വിശ്വാസത്താൽ സ്പർശിക്കട്ടെ. ദൈവഹിതമല്ലാത്ത ആരും നമുക്ക് അധികാരത്തിൽ വരരുത്. ഈ ഇലക്ഷനെ ദൈവം നിയന്ത്രിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്താൽ നിയുക്തരായവർ കയറി വരണം. പണവും സ്വാധീനമൊന്നും അല്ല. യേശുവിനാൽ ഇഷ്ടമുള്ളവർ, നാടിന് നന്മയാകുന്നവർ മാത്രം കയറി വരാൻ. അപ്പം തന്നെ ഈ പട്ടണത്തിൽ ഒത്തിരി പേര് യേശുവിനെ അറിയാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയുക. മനസ്സ് നുറുങ്ങിപ്പോയ ഒരു സംഭവം തിരുവല്ല പട്ടണത്തിൽ. ഞാനൊരു 2-3 രാത്രികളിൽ, പല രാത്രികളിലും ഏറെ നേരം ഈ ചർച്ചിൻ്റെ ചുറ്റും ഈ ഭാഗത്തുണ്ടായിരുന്നു. അടുത്തിടയ്ക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി കലോത്സവം ഉണ്ടായപ്പോൾ പല സ്റ്റേജുകളും ഇവിടെ ആയിരുന്നു. ഞാൻ മിക്ക രാത്രികളിലും ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സ് വല്ലാതെ നൊന്ത ഒരു രാത്രികളാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പല രാത്രികളിലും 2, 3, 4 മണി വരെ ഈ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും കറങ്ങി നടക്കുന്നു, അതുവഴി പോകുന്നു. ഞാൻ ഒത്തിരി വട്ടം കണ്ടു. ആണും പെണ്ണും കൂടെ അവിടെ നിൽക്കുന്നു, പെൺകുഞ്ഞുങ്ങൾ വലിയവായി കരയുന്നു, ഇരട്ടത്ത് മാറി നിൽക്കുന്നു, ഈ ഗ്രൗണ്ടിൻ്റെ അവിടോട്ട് പോകുന്നു, 2-3 പേര് ഒരു ബൈക്കേ പോകുന്നു. ഇതെല്ലാം കണ്ടപ്പം മക്കളുള്ള ഞാൻ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. അതിലെല്ലാം ഞാൻ എൻ്റെ മക്കളെയും കണ്ടു. ഈ പട്ടണത്തിലെ യുവാക്കളെ എല്ലാം ദൈവം തൊടാൻ വേണ്ടി ആത്മഭാരത്തോടെ 8-ാമത് രാത്രിയിലൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, ഞാനൊന്ന് വലിയ ആത്മഭാരത്തോടെ ഞാൻ ചുറ്റി നടന്ന് പ്രാർത്ഥിച്ച് പല കാഴ്ചകൾ. ഞാൻ
ഒരു പക്ഷേ ഇന്നത്തെ യുവാക്കൾക്ക് അതൊരു മോശപ്പെട്ട കാഴ്ചയായിരിക്കത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഒരു അപ്പൻ എന്ന നിലയിൽ ഞാൻ അവരിൽ ഓരോരുത്തരിലും എൻ്റെ മക്കളെ കണ്ടു. കർത്താവേ, ഇതായിരിക്കുമല്ലോ, ഓരോ മക്കളും ഇങ്ങനെ പോകേണ്ടവരല്ലേ. ദൈവം എല്ലാവരെയും സ്പർശിക്കാൻ വേണ്ടി ഈ പട്ടണത്തിൽ ദൈവത്തിൻ്റെ കരം സ്പർശിക്കണം. വലിയൊരു ഉണർവുണ്ടാകാൻ എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച്, പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തെ സ്പർശിക്കണമേ. ഈ പട്ടണത്തിലെ യുവാക്കളെ, യുവതികളെ, കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ. കർത്താവിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വലിയൊരു ഉണർവുണ്ടാകണമേ. പട്ടണത്തിൻ്റെ കർത്താവെ വാതിൽ സ്വതവേ തുറന്നതുപോലെ കർത്താവ് ഈ പട്ടണത്തെ സന്ദർശിക്കണമേ. പത്തനംതിട്ട ജില്ലയെ സന്ദർശിക്കണമേ. നടക്കപ്പെടുന്ന ഇലക്ഷനിൽ ദൈവഹിതം മാത്രമേ നടക്കാവേ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നടക്കരുതേ. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ഞങ്ങൾ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ഒരു ഉണർവിനെ അയക്കണമേ. അപ്പം തന്നെ ഞങ്ങൾ കുരിശിൻ്റെ ചവിട്ടി നിന്ന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവ് ഞങ്ങളോട് പറയുന്ന ഓരോ വ്യക്തികളെയും ചേർത്ത് പിടിക്കാൻ, പ്രാർത്ഥിക്കാൻ, കൈത്താങ്ങാൻ, എന്താണ് കർത്താവ് ഞങ്ങളെക്കുറിച്ച് ആവശ്യപ്പെടുന്നത് അത് ചെയ്യുവാൻ. മക്കളാകാനാണെങ്കിൽ അങ്ങനെ, അമ്മയാകാനാണെങ്കിൽ അങ്ങനെ, അപ്പനാകാനാണെങ്കിൽ അങ്ങനെ, കൂടപ്പിറപ്പാകാനാണെങ്കിൽ അങ്ങനെ, കൂട്ട് സഹോദരനാകാനാണെങ്കിൽ അങ്ങനെ. കർത്താവ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്യുവാൻ ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി, ഞങ്ങളുടെ മനസ്സിന് താല്പര്യം, സമർപ്പണം തരണമേ. അനുഗ്രഹിക്കുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്രൂശിൻ്റെ സംസ്കാരം പോട്ടെ, പോട്ടെ, ഒന്നുകൂടെ പറഞ്ഞ് പോട്ടെ, ഒന്നുകൂടെ പറഞ്ഞ്. കർത്താവ് ചില ദൗത്യം ഏൽപ്പിക്കും. തയ്യാറാണല്ലോ? തയ്യാറാകുന്നവരെല്ലാം കർത്താവ് ദൗത്യം ഏൽപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.